ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്ന് കൂട്ടക്കൊലപാതകത്തിന്റെ വാർത്ത. 3 കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 5 പേരാണ് കൊല്ലപ്പെട്ടത്. കുട്ടികളുടെ മൃതദേഹം കട്ടിലിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലും മാതാപിതാക്കളുടെ മൃതദേഹം ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞുവെച്ച നിലയിലുമായിരുന്നു. സംഭവത്തിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അഞ്ചു പേരും തലക്കടിയേറ്റാണ് മരിച്ചത്. എല്ലാവരുടെയും തലയ്ക്കും കഴുത്തിനും പരിക്കുണ്ട്. വീട്ടുകാരെ പുറത്ത് കാണാത്തതിനെ തുടർന്ന് അയൽക്കാർ പരിശോധിച്ചപ്പോൾ വീട് പുറത്തുനിന്ന് പൂട്ടിയിരുന്നു. സംശയം തോന്നി പോലീസിൽ അറിയിച്ച് നടത്തിയ പരിശോധനയിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയായിരുന്നു. ഒരേ മുറിയിൽ തന്നെ എല്ലാ മൃതദേഹങ്ങളും കണ്ടെത്തി. മൊയ്നുദ്ദീൻ, ഭാര്യ അസ്മ എന്നിവരും മക്കളായ 8 വയസ്സുകാരി അഫ്സ, 4 വയസ്സുള്ള അസീസ, 1 വയസ്സ് മാത്രമുള്ള അദീബ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മുൻ വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്ന് ചൂണ്ടിക്കാട്ടി അസ്മയുടെ സഹോദരൻ ഷമീം ബന്ധുവായ നസ്രാനയ്ക്കും അവരുടെ 2 സഹോദരങ്ങൾക്കുമെതിരെ പരാതി നൽകി. ഇതിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. किसी भारी चीज से सर पे चोट मारी गई है और इसमें जो सही कारण है मृत्यु का उसके लिए पोस्टमार्टम करवाया जा रहा है. കൊലപാതകം നടന്ന വീടിന് സമീപത്ത് കുറച്ചുകാലം മുൻപ് വരെ താമസിച്ചിരുന്ന കുടുംബത്തെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.